കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മാലിക മുറി പ്രഭാഷണം അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള നിരവധി ക്ലാസ്സുകളിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിച്ചു. 4 അധ്യായങ്ങൾ തൻ്റെ ശിഷ്യന്മാരോടുള്ള സംഭാഷണമായിരുന്നെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ 17-ാമത്തെ അധ്യായം അത് തൻ്റെ പിതാവിനോടുള്ള സംഭാഷണമായിട്ടാണ് ഇരിക്കുന്നത്. ഈ മാലിക മുറി പ്രഭാഷണത്തിലെ ഈ പ്രാർത്ഥന മഹാപുരോഹിത പ്രാർത്ഥന എന്ന നിലയിലാണ് വേദ പഠിതാക്കൾ അതേക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മഹാപുരോഹിതൻ ആണ് എന്ന ആ വസ്തുത ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതനായി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം കഴിക്കുന്നു എന്നുള്ളത് നമുക്കേറെ ധൈര്യവും ആശ്വാസവും നൽകുന്ന കാര്യമാണ്. ഇന്ന് നാം ആ 17-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഈ 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ആരാണ് പ്രാർത്ഥിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഈ വിഷയങ്ങൾ വളരെ ലളിതമായിട്ടും അപ്പോൾ തന്നെ വിശദമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ചതായിരിക്കുന്ന ആ പ്രാർത്ഥന അത് അപ്പോസ്തലന്മാർ അത് കേട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന് ഓർപ്പിച്ചതുപോലെ തന്നെ പിന്നത്തേതിൽ കർത്താവ് പ്രാർത്ഥിച്ചതായിരിക്കുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങൾ വള്ളിക്കോ പുള്ളിക്കോ ആശയങ്ങൾക്കോ അർത്ഥങ്ങൾക്കോ വ്യാഖ്യാനങ്ങൾക്കോ ഒന്നും മാറ്റം കൂടാതെ അതങ്ങനെ തന്നെ രേഖപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസനെ ഉപയോഗിച്ചു എന്നുള്ളത് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുന്നത് ഇത് ഒരു പ്രാർത്ഥനയാണ്. അപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നാം അതിൻ്റെ ആ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും അവിടെ വായിക്കുന്നത് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ എന്നാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, അതൊരു സംസാരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്ത്? യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അപ്പോൾ ഉടനെ കർത്താവ് ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത് എന്തെന്നാൽ. അവിടെ അങ്ങനെയാണ് വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്കോസ് അത് രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത് എന്തെന്നാൽ. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സംസാരമാണ്. ആരോട്? ദൈവത്തോടുള്ളതായ ഒരു വർത്തമാനം പറച്ചിലാണ്. അതിനകത്ത് ഇന്ന് നമ്മളൊക്കെ പ്രത്യേകിച്ച് ഗ്രേഡ് കൂടുന്തോറും ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ ശൈലികൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് അതിൽ തന്നെ തെറ്റൊന്നുമുള്ള കാര്യമല്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിചാരിച്ച് പലരും പ്രാർത്ഥിക്കാൻ മടിക്കുന്നവരും ഉണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇന്ന് അതിന് ഒരു ആരംഭം, അതിൻ്റെ ആമുഖം, അതിനകത്തുള്ള ആവശ്യമായിരിക്കുന്ന കണ്ടന്റുകൾ, അതിന് ഒരു ഉപസംഹാരം,
എന്നൊക്കെയാണ് ഇന്നത്തെ പ്രാർത്ഥനകളിൽ സാധാരണയായിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അത് തെറ്റായ കാര്യമല്ല. എന്നാൽ അതാണ് പ്രാർത്ഥന, അങ്ങനെയാണ് പ്രാർത്ഥന എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരാവശ്യം വന്ന് അവരുടെ മാതാപിതാക്കളോട് അറിയിക്കുന്നത് ഈ പറയുന്ന ആമുഖവും ഉപസംഹാരവും ഒന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നും അല്ല. ആണോ? അല്ല. എന്താണ്? ആവശ്യം അങ്ങ് പറയുന്നു. അതാണ് പ്രാർത്ഥന. ദൈവത്തോട് കാര്യങ്ങൾ അങ്ങ് പറയുന്നു. അതിന് നമ്മൾ വായിക്കുമ്പോ ഈ ഹൃദയം പകരുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകരുക. അപ്പൊ എന്താ ഈ പകരേണ്ടത്? നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് വരുന്നതായ ആവശ്യങ്ങൾ, ആ ഹൃദയത്തിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ ഹൃദയത്തിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ, നമ്മെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങൾ നാം എന്ത് ചെയ്യുന്നു? അത് ദൈവത്തിന്റെ സന്നിധിയിൽ വെള്ളം പോലെ നമ്മൾ അങ്ങ് പകരുക, ഒഴിച്ചു കൊടുക്കുക. നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യരായ നമ്മൾ ഒരു ആശ്രയ ജീവിയാണ്. നമ്മളൊക്കെ ആരാണ്? ആശ്രയ ജീവികളാണ്. ആശ്രയിക്കാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ദൈവമക്കളായിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തോട് നമ്മുടെ ഹൃദയങ്ങൾ അവന്റെ മുൻപാകെ അങ്ങ് പകരുക. പകരണമെങ്കിൽ ഇപ്പോ ആ ഫ്ലാസ്കിലിരിക്കുന്ന വെള്ളം ഗ്ലാസ്സിലേക്ക് പകരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഒന്ന് ഓപ്പൺ ചെയ്യണം. അത് തുറന്നാൽ മാത്രമേ അതിനകത്തേക്ക് പകരപ്പെടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ നാം തുറക്കണം. അതിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രം പോലെ ഇങ്ങനെ തിങ്ങി വിങ്ങി നിറഞ്ഞ് നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന്, നമ്മെ ദുഃഖിപ്പിക്കുന്നതിന്, വേദനിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് കർത്താവിന്റെ മുൻപാകെ പകരണം. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നാം അനേക വട്ടം വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള വേദഭാഗമാണ്. നാം ഓർക്കണം, നമ്മുടെ ഭാരം അതെന്താണ്? അത് വെക്കാൻ പറയുന്നതിന്റെ കാരണം എന്താ? അത് നമ്മുടെ തലയിൽ അതിഭാരമാണ്. നമുക്കത് തനിയെ ചുമന്ന് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഒരു അത്താണിയായിട്ട് സ്വർഗത്തിലെ ദൈവം ആ ഭാരങ്ങൾ ഇറക്കി വെക്കത്തക്കവണ്ണം നമുക്കുണ്ട്. നാം ഇതാരെയും ഞാൻ ഏൽപ്പിക്കില്ല, ഇത് ഞാൻ തന്നെ ഇങ്ങനെ ചുമന്ന് ഇത് ഞാൻ ചുമക്കേണ്ടതാണ്, ഇത് മറ്റാർക്കും പങ്കുവെക്കില്ല എന്ന് പറഞ്ഞ് ചുമക്കുവാൻ അവകാശമുള്ളതല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് ഇടേണ്ടവന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇടണം. ആർക്കാണോ ആ ഭാരം ചുമക്കുവാൻ കഴിവുള്ളത് അവന്റെ മുമ്പിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ ഭാരം ഇടാനായിട്ട്. ഞാൻ വിചാരിക്കും, കുര്യാച്ചൻ ചേട്ടൻ എന്റെ ഭാരം വഹിക്കാൻ പറ്റും, അതുകൊണ്ട് എന്റെ ഭാരം ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ മേൽ. പറ്റുമോ വഹിക്കാനായിട്ട്? സാധിക്കില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അങ്ങ് ഇറക്കി വെക്കേണ്ടതല്ല ഈ ഭാരം. പിന്നെ എവിടെ ഇറക്കി വെക്കേണ്ടത്? അത് ദൈവത്തിനും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അതാണ് വചനം. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ആകുലതകൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാണ്. അവന്റെ മേൽ അങ്ങ് ഇടണം. നമുക്ക് അതിനൊക്കെ വലിയ പ്രയാസമാണ്. നമുക്ക് അതിനൊന്നും നേരമില്ല. ഇടുവാനായിട്ട് നമുക്ക് നേരമില്ല, പകരാനായിട്ട് സമയമില്ല, ഇറക്കി വെക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. ഇത് ഞാൻ തന്നെ ഹൃദയത്തിൽ ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവിടെ ആഴകത്ത് ചിന്തിച്ച ഒരു വാക്യമാണ് 2 ദിനവൃത്താന്ത പുസ്തകം 14-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം.
അവിടെ ആസ എന്ന് പറയുന്ന രാജാവ് ദൈവത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ അവിടെ പ്രവർത്തിക്കുവാൻ ദൈവമേ നീ അല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. അപ്പോൾ ബലവാനും ബലഹീനനും തമ്മിൽ എന്തുണ്ട്? ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ആരെ നമ്മൾ ഏൽപ്പിക്കേണ്ടത്? നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ, നമുക്കൊരു കാര്യമുണ്ട്. ഒരു വശത്ത് ബലവാൻ, മറുഭാഗത്ത് ബലഹീനൻ. ബലഹീനരാണ് നമ്മളാണ്. ബലമുള്ളവൻ അവിടെ വായിക്കുമ്പോൾ ആ കോണ്ടക്സ്റ്റിൽ അത് ശത്രുവാണ്. അപ്പോൾ ബലവാനായിരിക്കുന്ന ശത്രുവും ബലഹീനരായിരിക്കുന്ന നമ്മുടെയും മധ്യത്തിൽ എന്തുണ്ട്? ഒരു കാര്യമുണ്ട്. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യവുമില്ലെങ്കിൽ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കണം? പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബലവാനായവൻ നമ്മെ തകർക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ നശിപ്പിക്കുവാനോ ഒക്കെ ശ്രമിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ബലഹീനരായ നമ്മൾ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് പറയുകയാണ്, ദൈവമേ ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇതാണ് കാര്യം. ഈ കാര്യത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ, ദൈവത്തോട് ആ കാര്യങ്ങൾ പറയുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം അതിനോടുള്ള ബന്ധത്തിന് ഒന്നൊരു വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ നമ്മുടെ ഈ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വർത്തമാനങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ പകർച്ച, നമ്മൾ വെക്കുന്നത്, നമ്മൾ ഇടുന്നത് എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലും അതിന്റെ 18-ാമത്തെ വാക്യത്തിലും ഒക്കെ വായിക്കുന്ന വാക്കുകളുണ്ട്. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്. എന്ത് ചെയ്യുമ്പോഴാ ദൈവം അത് കാണുന്നു എന്ന് പറയുന്നത്? അവിടെ ആ കോണ്ടക്സ്റ്റിൽ പറയുന്നത്, ഒന്ന് രഹസ്യത്തിലുള്ള നിന്റെ പ്രാർത്ഥന, രണ്ട് രഹസ്യത്തിലുള്ള നിന്റെ ഉപവാസം. ഇത് രണ്ടുമാണ് അവിടെ പിതാവ് കാണുന്നു എന്ന് പറയുന്ന കോണ്ടക്സ്റ്റ്. അപ്പോ അവിടെ കേൾക്കുന്നു എന്നല്ല പറയുന്നത്, പിന്നെന്താണ്? നിന്നെ കാണുന്നു. രഹസ്യത്തിൽ നിന്നെ കാണുന്ന ഒരു പിതാവ്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ രാത്രിയിൽ. രഹസ്യത്തിൽ ദൈവം നിങ്ങളെ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, രഹസ്യത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യം. ഉണ്ടോ? രഹസ്യത്തിൽ നിങ്ങളെ ദൈവം കാണുന്നുണ്ടോ? നമ്മുടെ ഏത് കാര്യങ്ങളും ദൈവം കാണുന്നു. പല രഹസ്യങ്ങളും ദൈവം കാണുന്നു. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്നതും, നമ്മൾ ഒറ്റയ്ക്കിരുന്നത് കാണുന്നതും, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കേൾക്കുന്നതും, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് രസിക്കുന്നതും അതും ദൈവം കാണുന്നു. അതല്ല, നമ്മൾ ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വാതിലുകൾ അടച്ച് അകത്തിരുന്ന് ആ രഹസ്യത്തിൽ ദൈവം നമ്മെ കാണുന്നുണ്ടോ? എന്റെ ദാസൻ, എന്റെ മകൻ, എന്റെ ദാസി, അവൾ എന്തു ചെയ്യുന്നു? രഹസ്യത്തിൽ എന്നോട് സംസാരിക്കുന്നു. വേറെ ആരും കാണുന്നില്ല, വേറെ ആരും അറിയുന്നില്ല, വേറെ ആരും കേൾക്കുന്നില്ല. രഹസ്യത്തിൽ നമ്മെ കാണുന്ന ഒരു പിതാവ്. നമ്മെ അങ്ങനെ ദൈവത്തിന് കാണാൻ പറ്റുന്നുണ്ടോ? അത് നാം ചിന്തിക്കണം. അതിനാണ് രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനാണ് ഒറ്റയ്ക്കുള്ളതായ പ്രാർത്ഥനാ ജീവിതം എന്ന് അത് നമ്മിൽ ഉണ്ടാകണം. ഇവിടെ കർത്താവിനെ പ്രാർത്ഥിക്കുവാനായിട്ട് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്ന സമയത്ത് അവിടെ അതിനു മുൻപൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഏകാന്തതയിലൊക്കെയാണ് എവിടേക്ക് പോയിട്ടുള്ളത്? രാത്രിയുടെ യാമത്തിൽ മലമുകളിലും നിർജ്ജന പ്രദേശങ്ങളിലും ഒക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന് അവൻ സമയങ്ങൾ ചിലവഴിക്കുകയാണ്. പ്രാർത്ഥനയിൽ, പിതാവിനോടുള്ള സംഭാഷണത്തിൽ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപും അവൻ പിതാവിന്റെ മുൻപാകെ സമയം ചിലവഴിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ താൻ സംസാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ വായിച്ചതാണോ കേട്ടതാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല.
പറയാണ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ തലേ രാത്രിയിൽ മുഴുവനും കർത്താവ് എവിടെയായിരുന്നു? അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. തന്റെ കൂടെ അനേക ശിഷ്യന്മാരുണ്ട്. പക്ഷെ പിതാവിനോട് ചോദിച്ചത് എന്തായിരിക്കാം? ഞാൻ ആരൊക്കെയാണ് എന്റെ അനുഗമിക്കുന്ന അപ്പോസ്തലന്മാരായി ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? യൂദയെ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നപ്പോഴും വളരെ വേദനയോടുകൂടെ ദൈവത്തോട് സംസാരിച്ചു കാണും എന്നാണ് ഞാൻ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഇതുപോലെ ഒരു രഹസ്യ പ്രാർത്ഥന ഉണ്ടാകണം. രഹസ്യമായി കർത്താവിനോട് നമ്മൾ സംസാരിക്കണം. അത് ആരെ കേൾക്കാൻ പാടുള്ളൂ? അത് കർത്താവ് കേൾക്കണം, കർത്താവ് കാണണം. അവിടെ നമ്മൾ വായിക്കുന്നു, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. അത് നിശ്ചയമായ കാര്യമാണ്. പരസ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ കൂടി വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ നമ്മുടെ കർത്താവ് ഇഷ്ടപ്പെടുന്നത് നാം ഏകാന്തതയിൽ രഹസ്യമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോ ഈ 1-ാമത്തെ വാക്യത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഇത് സംസാരിച്ചിട്ട് യേശു എവിടേക്കാ നോക്കിയത്? സ്വർഗത്തിലേക്ക് നോക്കി എന്നാണ്. അതെ, തന്റെ ഞാൻ ഇങ്ങനെ പറയാം, അതുവരെ തന്റെ ശിഷ്യന്മാരെ തന്റെ കൂടെ ഇരുത്തി താൻ അവരോട് പറഞ്ഞു. അവരുടെ ഹൃദയം ചഞ്ചലിച്ചു, അവരുടെ ഹൃദയം പരിഭ്രമത്തിലായിട്ടുണ്ട്, അവരുടെ ഹൃദയം കലങ്ങിയിട്ടുണ്ട്. ഇതാര് കണ്ടു? കർത്താവ് കണ്ട കാര്യമാണ്. അത് കണ്ടിട്ട് തന്നെ അവർക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളും കർത്താവ് കൊടുത്തതുമാണ്. എങ്കിലും ഈ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഭൂരിഭാഗവും തന്റെ ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവരെ ഉപദേശിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ആ ഉപദേശിച്ചതായ കാര്യങ്ങൾ അവർ വ്യക്തമായും മനസ്സിലാക്കി അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന പിതാവിന്റെ സന്നദ്ധിയിൽ ഇടിവിൽ നിൽക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം മറ്റുള്ളവരെ ഉപദേശിക്കുക നമുക്ക് എളുപ്പമാണ്. എന്നാൽ ആ ഉപദേശിച്ചു കൊടുത്തതിന് ഒത്തവണ്ണം കർത്താവെ അത് അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കഴിയണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ഉപദേശങ്ങൾ അത് ചിലപ്പോൾ എല്ലായ്പ്പോഴും മനസ്സിലങ്ങ് തങ്ങി നിൽക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി നാം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന്റെ ഹൃദയത്തോട് ഇടപെടുവാനും അവനെ ഉറപ്പിക്കുവാനും അത് കാരണമായിട്ട് തീരും. ഇവിടെ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തെ കണ്ട കർത്താവ് നേരെ നോക്കിയത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. ആ പിതാവിന്റെ സഹായമാണ് അവൻ നോക്കിയത്. അവന്റെ കണ്ണുകൾ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തി. ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് ടു ഹെവൻ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. തന്റെ കണ്ണുകളെ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ദൈവത്തിന്റെ മക്കളായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ നോട്ടം എപ്പോഴും എവിടേക്കായിരിക്കണം? ഉയരത്തിലേക്കായിരിക്കണം. ഇതെല്ലാം കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ ലാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുന്ന കർത്താവ് അവിടെ എവിടേക്ക് നോക്കി എന്നാ പറയുന്നത്? യേശു മേലോട്ട് നോക്കി. യേശു മേലോട്ട് നോക്കി. ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എന്താ കാണാൻ പറ്റുന്നത്? കരയുന്നവരുണ്ട്, അവിടെ സംശയിക്കുന്നവരുണ്ട്, അവിശ്വാസികൾ അവിടെ ഉണ്ട്. അവരെല്ലാം നോക്കിയാൽ ഒരുപക്ഷെ ആ പ്രാർത്ഥിക്കുവാൻ, പിതാവിനോട് പറയുവാൻ തനിക്കൊരു പക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ അവിടേക്കല്ല നോക്കിയത്, പിതാവിങ്കിലേക്ക് മേലോട്ട് നോക്കി എന്ന് നമ്മൾ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്: നിങ്ങൾ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ എവിടേക്ക് നോക്കണം? ഉയരത്തിലേക്ക്, താഴേക്കല്ല, ഉയരത്തിലേക്ക് നോക്കുവാൻ. ചുറ്റുപാടുകളിലേക്കല്ല, താഴേക്കല്ല,
നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി നമ്മുടെ കണ്ണുകളെ അഥവാ നമ്മുടെ ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് അവൻ സ്വർഗത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോ നമ്മുടെ ദൈവമോ അവൻ സ്വർഗത്തിൽ വസിക്കുന്നവൻ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത നാമമുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് നാം വായിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് എവിടേക്ക് തന്നെ നോക്കുവാനായിട്ട് കഴിയണം? സ്വർഗത്തിലേക്ക് നമ്മൾ നോക്കുവാനായിട്ട് കഴിയണം. പഴയ നിയമത്തിൽ നിന്ന് ഒന്ന് രണ്ട് വേദഭാഗം അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നാം 121 സങ്കീർത്തനത്തിൽ അവിടെ വായിക്കുന്ന വേദഭാഗം എന്താണ്? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? 123:1 സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നിട്ട് ആ ഭക്തൻ പറയുന്ന വാക്കെന്താണ്? അത് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള, പലർക്കും കാണാതെ പറയാൻ അറിയുന്ന ഒരു സങ്കീർത്തനം. എന്താണ്? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ, അതുപോലെ തന്നെ കാലുകൾ വഴുതുവാൻ സമ്മതിക്കാത്ത, മയങ്ങാത്ത, ഉറങ്ങാത്ത, പരിപാലകനായ, വലത്തുഭാഗത്ത് തണലായ, നിന്റെ പ്രാണനെ പരിപാലിക്കുന്ന ഒരുവനാണ് എവിടെ ഉള്ളത്? സ്വർഗത്തിലുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. ഇത് കേട്ട മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ എന്റെ കണ്ണ് ഉയർത്തേണ്ടത് എവിടേക്കാണ്? സ്വർഗത്തിലേക്ക് ഉയർത്തണം. പർവ്വതങ്ങളിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മലയുടെ മുകളിലേക്ക് ഉയർത്തുക എന്നല്ല, മറിച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണം. അവൻ ആരാണെന്നാ പറഞ്ഞത്? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവനാണ്, കാൽ വഴുതുവാൻ സമ്മതിക്കാത്തവനാണ്, മയങ്ങാത്തവനാണ്, ഉറങ്ങാത്തവനാണ്, പ്രാണന്റെ പരിപാലകനാണ്. അവന് മാത്രമേ എല്ലാം കഴിയുകയുള്ളൂ. എത്രത്തോളം നോക്കണം? അതാണ് 123 നമ്മൾ രണ്ടാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ആ കണ്ണ് എവിടെ, എത്ര വരെ നോക്കണം? എപ്പോൾ വരെ നമ്മൾ നോക്കണം? കൃപ നമ്മിലേക്ക് പകരുമ്പോൾ. നമുക്കതിനൊന്നും പലപ്പോൾ സമയമില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ ഇവിടെ ദൈവഭക്തൻ പറയുന്നത്, ഞാൻ എന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. എപ്രകാരമാണ് ഉയർത്തുന്നത്? ഒരു ദാസൻ തന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസി തന്റെ യജമാനത്തിയുടെ കണ്ണ് ആ യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഉയർത്തുന്നത് പോലെ കൃപ ചെയ്യുവോളം ഞാൻ എന്ത് നോക്കുന്നു? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു കാരണം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സന്ദർഭം വന്നാൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? സ്വർഗത്തിലേക്ക് നോക്കുക. വേറൊരു മാർഗവുമില്ല. പരാതിക്കോ പരിഭവങ്ങൾക്കോ പിറുപിറുപ്പിനോ ഈ ദൈവത്തെ വിട്ട് പോകുന്നതിനോ അല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, മറിച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തണം. രഹസ്യത്തിൽ നിന്നെ ദൈവം കാണണം. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരും നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് നിർബന്ധമില്ല. ആരും ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് അറിയണമെന്നും നിർബന്ധമില്ല. പക്ഷേ നാം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് തന്റെ കണ്ണുകൾ എവിടേക്ക് ഉയർത്തി? സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇപ്പോൾ എവിടേക്ക് നോക്കിയാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം. ഇനിയും നാം അതിന്റെ ആ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ 17-ന്റെ 1-ാമത്തെ വാക്യത്തിൽ പിതാവേ എന്ന് പറഞ്ഞിട്ടാണ്
തന്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഈ അധ്യായത്തിൽ 4 പ്രാവശ്യം പിതാവേ എന്ന് നമ്മുടെ കർത്താവ് വിളിക്കുന്നുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ, 5-ാമത്തെ വാക്യത്തിൽ, അതുപോലെ 21-ൽ, 24-ൽ. ഈ 4 വാക്യങ്ങളിലും പിതാവേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. പിതാവേ എന്നുള്ളത്. പിന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ അതാണ് പറഞ്ഞു തന്നത്. ഏത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ആരംഭം വേണം, വേണ്ടേ? എന്താ പ്രാർത്ഥനയുടെ ആരംഭം? ഏതാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. പിന്നീട് നമ്മൾ ഈ വേദഭാഗത്ത് വരുന്ന സമയത്ത് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളത് പല വേദഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ആ പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കുവാൻ എന്ന് 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്ന ഏവനോടും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും ക്ഷമിക്കും. അപ്പോൾ അവിടെയും സ്വർഗസ്ഥനായ പിതാവ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും ആ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലും പർവ്വജാതികളെ പുലർത്തുന്നതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവാണ് അവയെ പുലർത്തുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. ഇനി അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നുവല്ലോ എന്നാണ്. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് നാം വിളിക്കുന്ന പിതാവ് ആരാണ്? അവൻ സ്വർഗസ്ഥനായ പിതാവാണ്, അവൻ സ്വർഗീയ പിതാവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. ഇനിയും ഈ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തന്റെ പിതാവിനെ വിളിച്ചതായ വ്യത്യസ്തമായ പേരുകളുണ്ട്, നാമങ്ങളുണ്ട്. അത് നാം ഒന്ന് പരിശോധിക്കുവാൻ പോകുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏക സത്യ ദൈവമായ നിന്നെയും. അവിടെ കർത്താവ് പിതാവിനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഏക സത്യദൈവം, ഓൺലി ട്രൂ ഗോഡ്. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയോ സത്യദൈവം എന്നാണ്, അവൻ സത്യദൈവം എന്നാണ്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവിനെ കുറിച്ച് പറയുന്ന വാക്കാണ്, എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം സത്യവാൻ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വേദഭാഗങ്ങളിൽ നമ്മുടെ ദൈവം ആരാണ്? അവൻ സത്യവാനാണ്. അതുകൊണ്ടാണ് ഏക സത്യ ദൈവമേ എന്ന് അവൻ പിതാവായ ദൈവത്തെ വിളിക്കുവാൻ ഇടയായത്. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ നിങ്ങൾ മനസ്സ് തിരിഞ്ഞു എന്നുള്ള വാക്യം അവിടെയും നമ്മൾ കാണുന്നുണ്ട്. ഇനിയും അതിന്റെ ഈ 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടെ നാം വായിക്കുന്നു പരിശുദ്ധ പിതാവേ എന്നാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഏക സത്യദൈവം എന്നാണെങ്കിൽ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പിതാവിനെ വിളിക്കുന്ന പേരെന്താണ്? അവൻ പരിശുദ്ധനായ പിതാവേ എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ ദൂതഗണങ്ങൾ രാവും പകലും ഇടവിടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? പരിശുദ്ധൻ 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 എന്നാണ്. അതനേക വാക്യങ്ങളിലൂടെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവം ആരാണ്? അവൻ പരിശുദ്ധനായ ദൈവമാണ്. ഇനിയും അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ 17-ന്റെ 25-ലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് നീതിയുള്ള പിതാവേ.
പിതാവിനെ മറ്റൊരു തലത്തിൽ കർത്താവ് അഭിസംബോധന ചെയ്യുന്നു, നീതിയുള്ള പിതാവേ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ നാം അവിടെ വായിക്കുന്നുണ്ട്, പരിശുദ്ധനും നീതിമാനുമായവനെ എന്ന് നമ്മൾ അവിടെയും വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിതാവായ ദൈവം നീതിയുള്ള പിതാവാണ്. ഇനി അതിന്റെ 23, 24, 26 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് സ്നേഹിക്കുന്ന പിതാവ് എന്നുള്ളതാണ്. അവിടെ വായിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹിക്കുന്ന ഒരു പിതാവ് എന്ന നിലയിലാണ് അവിടെ കർത്താവ് പിതാവിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ആ സ്നേഹം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ പിതാവിനെ അവൻ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന നിലയിലാണ് കർത്താവ് പ്രാർത്ഥനയിൽ ഉപയോഗിച്ച വാക്കുകൾ. അപ്പോ പിതാവേ എന്നും അതുപോലെ തന്നെ ഏകസത്യ ദൈവമെന്നും അതുപോലെ പരിശുദ്ധ പിതാവേ എന്നും നീതിയുള്ള പിതാവേ എന്നും സ്നേഹിക്കുന്ന പിതാവേ എന്നുമാണ് കർത്താവ് ആ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞതായ വാക്കുകൾ. ഇതൊക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഈ വാക്കുകൾ നാമും ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. ഇനി നമ്മൾ അവിടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൂടെ ഞാനൊന്ന് അല്പം വിശദീകരിച്ച് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതായത്, ആർക്കാണ് ഈ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം? മക്കൾക്കാണുള്ളത്. ലോകത്തുള്ളതായിരിക്കുന്ന ജാതികളായിരിക്കുന്ന ആളുകൾ മുഴുവനും ദൈവമേ, ഈശ്വര എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ മക്കളായിരിക്കുന്ന നാം നമ്മുടെ ഈ ദൈവത്തെ എന്ത് വിളിക്കണം? പിതാവേ എന്ന് വിളിക്കണം. പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശീലിക്കണം. ദൈവമേ എന്നുള്ളത് അത് തെറ്റായ കാര്യമല്ല, പക്ഷെ അത് സകല പേരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഒരു കോമൺ വേർഡാണ്. എന്നാൽ ഇവിടെ കർത്താവ് ആ പ്രാർത്ഥനയിൽ തന്റെ പിതാവിനെ ഏതെല്ലാം നിലയിലാണ് ഉപയോഗിച്ചതല്ലേ? ആ പിതാവിന്റെ നാമത്തെ ഏതെല്ലാം നിലയിലാണ് പറയുവാൻ തക്കവണ്ണം ഇടയായത്? അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ പിതാവിനോട് ഉള്ളതായിരിക്കുന്ന ആ ഏകാഗ്രതയിൽ ശാന്തതയോടുകൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ശീലിച്ചാൽ ഈ ദൈവമേ എന്നുള്ളതായ ആ പദത്തെ ഒന്ന് കുറച്ച് കൂടുതലും പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കും. അതൊരു വലിയ ബന്ധമാണല്ലേ? പിതാവേ എന്ന് വിളിക്കുന്ന ആ ബന്ധം അതൊരു വലിയ ബന്ധമാണ്. ഇപ്പോൾ എന്നെ നിങ്ങൾ മിക്കവാറും പേര് സഹോദര എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ അങ്കിളെ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കാനേ പറ്റൂ. എന്നാൽ എൻ്റെ മക്കൾ എന്നെ എന്താ വിളിക്കുന്നത്? പപ്പ എന്നോ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പപ്പ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡാഡി എന്ന് വിളിക്കും, അല്ലെങ്കിൽ അപ്പച്ച എന്ന് വിളിക്കും. അത് ആർക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ? മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന ആ കോമൺ പേരിൽ എന്റെ മക്കൾ എന്നെ വിളിക്കില്ല. വിളിക്കോ? എന്റെ മക്കൾ ആരും വന്നിട്ട് ചേട്ടാ ഏരിയാസേന്ന് വിളിക്കില്ല. മക്കൾ വന്നിട്ട് അങ്കിളെ ഏരിയാസേ എന്ന് വിളിക്കില്ല. കാരണം എന്താ? അങ്ങനെ അവർക്ക് വിളിക്കാൻ പറ്റില്ല. അവര് ശീലിച്ചിട്ടുള്ളത്, ബാല്യം മുതൽ അവർ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത് ഏത് പേരിലാണ്? പപ്പ എന്നോ ഡാഡി എന്നോ അപ്പച്ച എന്നോ ഉള്ള ആ പേരിലാണ് അവർ വിളിച്ച് ശീലിച്ചിട്ടുള്ളത്. ആ ശീലമാണ് നമുക്ക് വേണമെന്ന് ഇവിടെ പറയുന്നത്. നാം മറ്റുള്ളവരൊക്കെ വിളിക്കുന്നത് പോലെ ഈശ്വര, മറ്റുള്ളവരെ വിളിക്കുന്നത് പോലെ ദൈവമേ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പിതാവേ. അതെങ്ങനെ വിളിക്കാൻ പറ്റും? ശീലിക്കണം. പരിശീലിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ.
നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം ആർക്കാണെന്ന് പറഞ്ഞത്? മക്കൾക്ക് മാത്രം. നാം അതേക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആരാണ് ഈ മക്കൾ? ആരാ മക്കൾ? ഏതാ? ദൈവത്തിന്റെ മക്കൾ ആരാ? ആരാണ് ദൈവത്തിന്റെ മക്കൾ? ഗോഡ്സന്റെ മോളാണ്. എന്തുകൊണ്ട്? ഗോഡ്സനിൽ നിന്ന് ജനിച്ചതായത് കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ ആരിൽ നിന്നും ജനിക്കണം? ഇനി ദൈവത്തിൽ നിന്നും ജനിക്കണം. ദൈവത്തിൽ നിന്നും ജനിക്കണം. സ്വർഗീയ പിതാവിൽ നിന്നും ജനിക്കണം. അതിനുള്ള മാർഗം ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 1:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം എന്താ വായിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകി. അപ്പോൾ ആർക്കാണ് ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ ഉള്ള അവകാശം? ദൈവത്തെ, യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക്, അവനെ വിശ്വസിക്കുന്നവർക്കാണ് അതിനുള്ള അധികാരം. എന്നിട്ട് അതിന്റെ താഴെ വായിക്കുന്നത് എന്താണ്? അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ എന്തു ചെയ്യണം? യേശുവിനെ കർത്താവായി അംഗീകരിക്കണം, അവനിൽ വിശ്വസിക്കണം. അത് ചെയ്യുന്നവർ മാത്രമാണ് ആര്? ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർ. ആർക്കാ? ദൈവത്തിന്റെ മക്കൾ. അങ്ങനെയുള്ള മക്കൾക്ക് മാത്രമേ എന്ത് വിളിക്കാൻ അവകാശമുള്ളൂ? പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ഉള്ളവരുടെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുമുള്ളൂ. നമുക്കല്ലാതെ ഒത്തിരി ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ, പ്രാർത്ഥിക്കുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷേ ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരമുള്ളത്? തന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഉത്തരമുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 6-7 വാക്യങ്ങളിൽ, ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നിങ്ങൾ മക്കൾ ആകൊണ്ട്. അപ്പോൾ ഗലാത്യ സഭയിലുള്ളവർ ആരാണ്? അവർ മക്കളാണ്. ആരുടെ മക്കൾ? ദൈവത്തിന്റെ മക്കളാണ്. അവർ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചവരാണ്, യേശുവിനെ സ്വീകരിച്ചവരാണ്, യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. അവരായതുകൊണ്ട് ആരാണ്? അവർ മക്കളാണ്. അതുകൊണ്ട് നാം അവിടെ എന്താ വായിക്കുന്നത്? അബ്ബാ പിതാവേ എന്ന് നമുക്ക് വിളിക്കാം. ദൈവമേ എന്ന് വിളിക്കാമെന്നല്ല, അബ്ബാ പിതാവേ എന്ന് ധൈര്യമായി നമുക്ക് വിളിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത്. അവിടെയും നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ്, 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം പ്രാപിച്ച ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണ്. പുത്രന്മാരായി നാം മാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവമേ എന്ന് വിളിക്കുവാൻ എന്നല്ല, അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ സ്വപുത്രന്റെ ആത്മാവ് ഉള്ളവർക്ക് മാത്രമേ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ആ നിലയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ
നാം പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പരിശീലനം, അതിനുള്ളതായിരിക്കുന്ന ആ ഒരു ഒരുക്കം നമ്മിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാം അവിടെ ഈ രണ്ട് വാക്യങ്ങൾ വായിച്ചതിലും നാം ഒരു കാര്യം കണ്ടു. ആകയാൽ ഇനി നീ ദാസനല്ല പുത്രനത്രേ. അവിടെ പിന്നെയും വായിക്കുന്നു, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാണ് എന്ന് പറഞ്ഞാൽ, ഒരു ദാസൻ യജമാനന്റെ അടുത്ത് ചെല്ലുന്നത് പോലെയല്ല ഒരു മകൻ തന്റെ അപ്പന്റെ അടുത്ത് ചെല്ലുന്നത്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ എവിടേക്ക് ചെല്ലാൻ? പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ. ഒരു മകനായിരിക്കുന്ന ഞാൻ എന്റെ അപ്പന്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ വേണം അവന്റെ മകനായിരിക്കുന്ന ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗസ്ഥനായ പിതാവിന്റെ അരിയിലേക്ക് നാം ചെല്ലേണ്ടത്. റോമലേഖനത്തിലും അങ്ങനെ തന്നെയാണ് നാം വായിക്കുന്നത്. അതിന്റെ താഴെ വായിക്കുന്നു, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയും. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നാം വിളിക്കേണ്ടത് അബ്ബാ പിതാവേ എന്നാണ്. കേവലം ഒരു യാചകനെ പോലെയോ കേവലം ഒരു ദാസനെ പോലെയോ ഒരു അടിമയെ പോലെയോ അല്ല നാം നമ്മുടെ പിതാവിനെ സമീപിക്കേണ്ടത്. മറിച്ച് നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ വായിച്ചല്ലോ, മക്കളെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളും ആകുന്നു. അടുത്ത് ചെല്ലുവാൻ നമുക്ക് അവകാശമുണ്ട്, നമുക്ക് അടുത്ത് ചെല്ലുവാൻ അധികാരമുണ്ട്. അതിനുള്ള പ്രാഗൽഭ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആകയാൽ നമ്മുടെ കർത്താവ് തന്റെ പിതാവിനെ അഭിസംബോധന ചെയ്തതുപോലെ, പരിശുദ്ധ പിതാവേ, നീതിയുള്ള പിതാവേ, സ്നേഹിക്കുന്ന പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കതിന് സാധിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ആ പ്രാർത്ഥനയെ കേൾക്കുവാനും അത് കാണുവാനും ഉത്തരം നൽകുവാനും ഇടയായിട്ട് തീരും. ഇന്ന് നാം ഈ പഠനം പുരോഗമിക്കുമ്പോൾ ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ ഓർക്കുക, നമ്മെ കാണുന്ന ഒരു നല്ല പിതാവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഉണ്ട്. അതുകൊണ്ട് അവന്റെ മുൻപാകെ നമ്മുടെ ആകുലതകൾ ഇട്ടുകൊടുക്കുവാൻ, നമ്മുടെ ഭാരങ്ങൾ വെക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങൾ അവന്റെ സന്നദ്ധിയിൽ പകരുവാൻ നമുക്ക് സമയങ്ങൾ കണ്ടെത്താം. നമുക്ക് വേർതിരിക്കാം. നമുക്ക് രഹസ്യമായി ആരും അറിയാതെ കാണാതെ നമ്മുടെ ദൈവത്തോടുള്ള, പിതാവിനോടുള്ള ആ സംസർഗത്തിൽ സമയങ്ങൾ ചെലവഴിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ വചനങ്ങളാലും ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബെന്നിസോരൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹകരമായ സന്ധ്യായാമം ഞങ്ങൾക്ക്